ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞങ്ങൾ ഒരു വീക്കെൻഡ് വൈകുന്നേരം ഒന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. നമ്മൾ ഫ്ലാറ്റിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു കഫ്തീരിയ കേട്ടോ. അവിടുന്ന് 2 കരക്ക് വാങ്ങിച്ചു. പിന്നെ എണ്ണ പലഹാരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഇതാ വെറൈറ്റി ഓഫ് എന്തൊക്കെയോ പലഹാരങ്ങളൊക്കെ ഞാൻ നോക്കി ലാസ്റ്റ് ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ സമൂസ തന്നെയാണ് എടുത്തത്. അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് ഞങ്ങളിങ്ങനെ പോവാണ്. ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് അത് പറയാം. ഞങ്ങളിവിടെ ഷാർജ ബുക്സ് ഫെയർ കാണാൻ വന്നിട്ടുള്ള കേട്ടോ. നമ്മുടെ ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്തല്ല, കുറച്ചടുത്താണ്, ഒരു 4-5 കിലോമീറ്റർ അടുത്താണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ വരികയാണ്. 2 ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ കുറേ ആയി UAE-ലായിട്ടെങ്കിലും നമ്മൾ ഇതുവരെ അത് കണ്ടിട്ടില്ല കേട്ടോ. കണ്ടിട്ടില്ല പറഞ്ഞാൽ നമ്മൾ പോന്നിട്ടില്ല. റാസൽ ഗെയിമല്ലായിരുന്നോ. അപ്പം നമ്മൾ അടുത്തായപ്പോൾ ഒന്നിങ്ങനെ ഇറങ്ങിയതാണ്. നല്ല ട്രാഫിക്കാണ്. അപ്പം ഞങ്ങളിങ്ങനെ പോവാണ്. അവിടെ എത്തിയിട്ട് അതിനുള്ളിലുള്ള കാഴ്ചകളൊക്കെ കാണിക്കാം. ഓക്കെ, എക്സ്പോ സെന്ററിലാട്ടോ ബുക്സ് ഫെയർ നടക്കുന്നത്. അപ്പൊ അവിടെ ഇങ്ങനെ കുറച്ചിങ്ങനെ ബിസി ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. ഇവിടെ പാർക്കിംഗ് ഒക്കെ നോക്കുകയാണ് നമ്മള്. ഇനിയിപ്പോ ഇത് കഴിയാനായിക്കണു. ഇപ്പൊ വീക്കെൻഡും കൂടി ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കാ. അപ്പൊ അതിനകത്ത് കയറി നമ്മൾ നമ്മുടെ പേരും അഡ്രസ്സും അങ്ങനെയൊക്കെ എൻട്രി ചെയ്താൽ നമുക്ക് അവിടേക്കുള്ള ഒരു പാസ് പോലെ ഒരു കോഡ് കിട്ടും കേട്ടോ. അപ്പോൾ അത് സ്കാൻ ചെയ്താൽ നമുക്ക് എൻട്രി ഒക്കെ ഫ്രീ ആണ്. അപ്പോൾ അതിനകത്ത് കയറി ഞങ്ങൾക്ക് ഉള്ളിൽ നിങ്ങൾ പാർക്ക് ചെയ്യുകയാണെങ്കിൽ വാലറ്റ് പാർക്കിങ് 45 ദിർഹംസ് കേട്ടോ. ഞങ്ങൾ പുറത്ത് പോയിട്ട് കച്ചയിലാണ് പാർക്ക് ചെയ്തത്. അപ്പോൾ അതാ ഞാൻ ഫസ്റ്റ് ടൈമാണെന്ന് പറഞ്ഞില്ലേ ഷാർജ. ഇതിൽ വരണം എന്ന് തന്നെ ഞാൻ ഇപ്പോൾ വിചാരിക്കും. പിന്നെ റാസൽ ഗെയിമേ ആകുമ്പോൾ നമ്മൾ ഇങ്ങോട്ടൊന്ന് വരണ്ടേന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ വരാറില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ്, നമുക്ക് വാക്കബിൾ ഡിസ്റ്റൻസ് ഉള്ളൂ ശരിക്കും. അപ്പോൾ ഇതാ ഇഷ്ടംപോലെ ബുക്സ് ഉണ്ട്. ഇത് കുക്കിങ്ങിൻ്റെ ബുക്കുള്ളൊരു ഏരിയ കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഞാനൊന്ന് നിന്ന് ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കി. കുറച്ച് കുക്കിംഗ് ബുക്കുകളൊക്കെ ഒന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല കേട്ടോ. കാരണം നമുക്കങ്ങനെ റീഡിങ്ങിൻ്റെ ഒരു ശീലമൊന്നുമില്ല. അതത്ര നല്ലതൊന്നുമല്ല, എന്നാലും പറയുക. നമ്മളങ്ങനെ വായിക്കാത്തത് കൊണ്ട് ബുക്കൊന്നും വാങ്ങിക്കൊന്നും ചെയ്തില്ല. പക്ഷേ എല്ലാതും ഇങ്ങനെ നടന്ന് കണ്ടു കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ട് കാണാനായിട്ട്. ഈ ഒരു കൗണ്ടറിൽ ഫ്രീ ആയിട്ട് കോഫി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ മലയാളികളാണ് ഏറ്റവും കൂടുതൽ വരിക്കുന്നത്. ഞങ്ങളും വരിക്കുന്ന് വാങ്ങി. പക്ഷേ നല്ല കോഫി ആയിരുന്നു, പഞ്ചസാര ഉണ്ടായിരുന്നില്ല. പിന്നെ റനമോൾ ഓരോ ബുക്കുകളൊക്കെ എടുത്ത് വരുന്നുണ്ട് കേട്ടോ. കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ ഇങ്ങനത്തെ ബുക്കുകളും എല്ലാം അതുണ്ട്. നമ്മുടെ DC ബുക്സിൻ്റെ ഗ്രീൻ അങ്ങനെ കേരളത്തിൻ്റേതായിട്ടുള്ള ഒരു കൗണ്ടേഴ്സ് ഒരു ഭാഗത്ത് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ബാക്കിയെല്ലാം കുറേ രാജ്യക്കാരുടെ പല ഏത് ബുക്കും കിട്ടും. അങ്ങനെയാണ് കേട്ടോ. അത്രയുണ്ട് ഏരിയ ഒക്കെ. പിന്നെ ഇവിടെ ട്രഡീഷണലായിട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ ഡാൻസൊക്കെ കളിക്കുന്നതൊക്കെ അങ്ങനത്തെയൊക്കെ ഉണ്ട്. പിന്നെ അടുത്തത് ഫോട്ടോ എടുക്കൽ സെക്ഷൻസാണ്. ബുക്കുകൾ വായിക്കുന്നില്ലെങ്കിലും നമ്മൾ വായിക്കുന്നത് പോലെ അഭിനയിക്കുക, ഫോട്ടോ എടുക്കുക, അതൊക്കെയാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അത്രേ ഉള്ളൂ നമ്മുടെ ഷാർജ ബുക്സ് ഫെയർ കാണാൻ പോയ വിശേഷങ്ങൾ. അപ്പോൾ ഇതുപോലെ കുഞ്ഞു ഞങ്ങളുടെ യാത്രകളുടെ വ്ളോഗുകളൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.